ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നലത്തെ സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇതിന്റെ പ്രത്യേകത, നമ്മൾ ഇന്ന് സ്നേക്ക് പ്ലാന്റും സിംബോണിയും ഇതൊക്കെ കൊണ്ട് അവിടെ വെക്കാൻ വേണ്ടി പോവാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് പൊക്കാം. നമുക്ക് പൊക്കാൻ ഇത് പൊക്കണമെങ്കിൽ എനിക്ക് ഇച്ചിരി പാട് വീണ്ടും ഈ സ്നേക്ക് പ്ലാന്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിപ്പോ ഞാൻ നല്ല വലിപ്പത്തിൽ ഞാൻ മേടിച്ചില്ല കേട്ടോ. എനിക്ക് ഒരാൾ തന്നെന്ന് വെച്ചാൽ ആളുടെ വീട്ടില് ഒത്തിരി ഇങ്ങനെ സൈഡിലൊക്കെ വേലി കിട്ടില്ലേ, ആ വേലിയുടെ അവിടെ ഒത്തിരി ഇങ്ങനെ കാട് പിടിച്ച് നിൽക്കുവാണ്. അവിടെ ഞാൻ 3 കളക്ട് ചെയ്തുകൊണ്ട് വന്നേ കേട്ടോ. പിന്നെ ഇതും അവിടെ കാട് പിടിച്ച് കിടന്നപ്പോൾ ഇത് ഞാൻ കുറച്ച് പറിച്ചുകൊണ്ട് വന്നു. ഇതും അവിടെ കാട് പിടിച്ച് കിടന്നപ്പോൾ ഇത് ഈ ഒരു തൈ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതും ഞാൻ പറിച്ചുകൊണ്ട് വന്നു. ഇത് പിന്നെ അവിടെ വളർത്തിയില്ലെന്ന് എനിക്ക് 3 തന്നെയാണ്. അത് പിന്നെ അവിടെ ഞാൻ വെച്ചു. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് കൊണ്ട് ഗാർഡനിൽ എവിടെയൊക്കെ വെക്കണമെന്നൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ ഇതിനെ കണ്ടിട്ട് എനിക്ക് ഏറ്റവും പൊക്കമുള്ളതാണ്. ഇത് അച്ഛൻ സ്നേക്ക് പ്ലാന്റ് ആണ്, ഇത് അമ്മ സ്നേക്ക് പ്ലാന്റ് ആണ്, ഇത് കുഞ്ഞു സ്നേക്ക് പ്ലാന്റ് ആണ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ നമുക്ക് ആദ്യം അച്ഛൻ സ്നേക്ക് പ്ലാന്റിനെ തന്നെ കൊണ്ട് വെക്കാം. കൂടിയിട്ടുണ്ട്, പിടിക്കടാ. നീ അതെടുത്തോളൂ, ഞാൻ എവിടെ വെക്കണ്ടേ? വേറെയുണ്ട്, പോകാം. എന്താ ഭയങ്കര വലിയ സാധനം എടുത്തോണ്ട് പോണ കൂട്ടാട്ടാ. കാവടിയാ അവിടെ വെച്ച് നല്ല വെയിറ്റ് ആട്ടോ. കുഞ്ഞാവ തടിയൻ കുഞ്ഞാവ. ഇതിനെ എവിടെ വെക്കണം ഗൈസ്, പറയൂ. ഇവിടെ വെക്കാല്ലേ? എവിടെ വെക്കണം പറ. അവിടെ വേണോ? ഓ, അവിടെ വെക്കണ്ട, ഗേറ്റ് വന്നിരിക്കും. അവിടെ നമുക്ക് വേറെ വെക്കാം. അന്ന് ഇവിടെ വെക്കാം, വെച്ചോളൂ. അവിടെ വലുതിനെ ആദ്യം വെക്ക. കേറ്റി വെക്കടാ വലുതിനെ. ഞാൻ അടുത്തെടുക്കാം. ചെറുതിന് നമുക്ക് മാറ്റി നടാട്ടോ. പേര് മതി ഞാൻ പറിച്ചു വന്നോ. എടാ, നമുക്കൊരു കല്ല് വേണം. നമ്മൾ ഒരെണ്ണത്തിന് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ല 2 ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്താ ഇങ്ങനെ കിടക്കുന്നേ? അത് ഇച്ചിരി കഷ്ടപ്പെടുക. ഞാനൂടി വരാം. ഒറ്റക്ക് എടുക്കണേ. പിന്നെ ഞാനും കൂടെ വരാന്ന് പറഞ്ഞു. ഗൈസ്, നമുക്കൊരു കാര്യം, ജീവനെ മാറ്റി വേറെ എടുത്ത് വെച്ചാലോ? അവിടെ വെക്കാം, അവിടെ തണലും ഉണ്ട്. നീ അപ്പൊ വേറെ ചെറുത് വല്ലതും എടുക്കാൻ നോക്കി. ഇവിടെ നമുക്ക് വെക്കാം, ഇവിടെ വെക്കാം അല്ലേ? ഇവിടെ ഇപ്പൊ ലാസ്റ്റ് നമ്മളിത് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ സ്നേക്ക് പ്ലാന്റ്. ഇത് അമ്മ, ഇത് കൊച്ചുപുള്ള. കൊച്ചുപുള്ള. ഓക്കെ, ഞാൻ സമ്മതിച്ചു. അപ്പൊ എടാ, ഇതാണ് ഏറ്റവും പൊക്കാളിനെക്കാട്ടി. ഇതാണ് ഏറ്റവും പൊക്കമുള്ളത്. അമ്മ ചോട്ടാപ്പയ്യൻ കിട്ടിയതൊന്നും പോരല്ലേ നിനക്ക് ഗൈസ്. അപ്പൊ ഇത് ഞങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊരു ട്രയാങ്കിൾ ഇത് ട്രയാങ്കിൾ എന്താ ഒരു ആംഗിളാണ്. അതുകൂട്ട് ഒരു അങ്കിളാണ്, എന്താന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ നിങ്ങക്ക് മനസ്സിലാക്കാൻ നമുക്ക് ഷേപ്പ് കിട്ടണ കൂട്ടി നമ്മളിപ്പോ വെച്ചിട്ടുണ്ട്. ഇതിനെവിടെ കൊണ്ട് വെച്ചിട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു ആളെയും കൂടി, അടുത്ത ഒരാളല്ല, എത്ര ആളുണ്ട്? 3 ആൾക്കാരുണ്ട്. 3 പേരെ നമുക്ക് എടുത്തോണ്ട് വരാം. അപ്പൊ നമുക്ക് ആദ്യമായി ഈ വലിയ തന്നെ എടുത്തോണ്ട് വരാം. ചെരുപ്പിട്ടോട്ടെ. പോലെ ഉണ്ട്. ഇവിടെ നീ വിട്ടേ. അവിടെ വിളിക്കാൻ നോക്കുക. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പോരെ, ചെറിയൊരു വെയിലുണ്ട്. ഈ സമയമാകുമ്പോ ഇച്ചിരി വരത്തുന്നത്. ഇവൻ ഇവിടെ ആയിരിക്കട്ടെ. വെയില് മാറിക്കോളാം. അപ്പൊ നമുക്ക് അടുത്ത ചെടി എടുത്തിട്ട് വരാം. അവിടെ പൊട്ടിയതാണ്.
വേണമെങ്കിൽ ഒറ്റക്ക് എടുക്കണ്ടോ? വേണം പിടിച്ചോളാം. നീ അത് ഗൈസ് കെട്ടി പിടിച്ചോണ്ട് പോകുന്നു. മഹേന്ദ്ര ബാഹുബലി. അല്ല, മഹേന്ദ്ര ദേവസേന. ബാക്കി കഴുതമാഞ്ചിയോ ഇതിന്റെ അടി നമ്മള് തുള ഇട്ടിട്ടുണ്ട് കേട്ടോ. കേറി പോവാനാണ്. അല്ലല്ല, നിനക്ക് ഇറങ്ങിപ്പോയ എടി അവിടെ വെച്ചാ പോരെ. എവിടെ സ്ഥലമില്ലല്ലോ. ഇപ്പൊ എവിടെ വെക്കും ഞാൻ? അലയില് അവിടെ ആ സിന്തോണിയോടൊപ്പം തന്നെ നീ നിൽക്കണം. സിലന്തോണി സിന്തോണി കൈമുട്ടുണ്ടോ? എനിക്ക് പ്രാന്ത. നിനക്ക് പ്രാന്ത. തളർന്നു തന്നെ കിടക്കും. ഇവിടെ ഇരുന്ന് ഞാൻ ഇതിന്റെ വിത്ത് മുളച്ചോണ്ട് മൊത്തം പറിച്ചു കളയുകയാണ്. മന്ദാരത്തിന്റെ കൈ ഇതാണ്ട്. അപ്പൊ നമ്മൾ ഇത്ര ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് കഴിയുമ്പോ ഇതിന് എനിക്ക് വല്ലതും തോന്നുവാണെങ്കിൽ ഞാൻ വീണ്ടും എടുത്ത് തിരിച്ച് മറിച്ചൊക്കെ വയ്ക്കും. റോട്ടി കൊണ്ട് നടന്നു. റോട്ടിൽ നടാൻ പറ്റിയാണ് നട്ടേനെ. നമ്മുടെ സ്ഥലം